അൾട്ടിമേറ്റ് CS2ൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ആ പോർഷനിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ചാപ്റ്റർ 11ഉം അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ചാപ്റ്റർ 8ഉം ആണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് വരുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? A computer network is a collection of computers connected together for the exchange of data and information. നമുക്ക് ഡാറ്റയും ഇൻഫോർമേഷനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയധികം കമ്പ്യൂട്ടേഴ്സും കുറേയധികം ഡിവൈസും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രിൻ്റർ ആയിരിക്കാം, സ്കാനേഴ്സ് ആയിരിക്കാം, മോഡം ആയിരിക്കാം, അതുപോലെയുള്ള കുറേ ഡിവൈസുകൾ ഒരുമിച്ച് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് ഒരു എക്സാമ്പിളാണ്. നെറ്റ്വർക്ക്ഡ് കമ്പ്യൂട്ടറും അതുപോലെ സ്റ്റാൻഡ് ലോൺ കമ്പ്യൂട്ടേഴ്സും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റാൻഡ് ലോൺ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഒറ്റൊരു കമ്പ്യൂട്ടറും അതിൻ്റെ റിസോഴ്സസും മാത്രമായിട്ട് ഇരിക്കുന്നതിനെയാണ് സ്റ്റാൻഡ് ലോൺ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്, ആദ്യത്തേതാണ് റിസോഴ്സ് ഷെയറിങ്, പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, കമ്മ്യൂണിക്കേഷൻ, റിലയബിലിറ്റി ആൻഡ് സ്കെയിലബിലിറ്റി. അപ്പോൾ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജസ് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ സ്റ്റാൻഡ് ലോൺ കമ്പ്യൂട്ടേഴ്സിൽ നിന്നും എന്താണ് നമ്മുടെ നെറ്റ്വർക്ക്ഡ് കമ്പ്യൂട്ടേഴ്സിനുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആവശ്യം എന്നൊക്കെ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്താണ് ഈ അഡ്വാൻറ്റേജസ് എന്നുള്ളത്. അപ്പോൾ ഇത് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടും വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേതാണ് റിസോഴ്സ് ഷെയറിങ്. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കമ്പ്യൂട്ടറിന് യൂസ് ചെയ്യാവുന്ന ഡിവൈസുകളിനെയാണ് നമ്മൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അത് പ്രിന്റേഴ്സ് ആയിരിക്കാം, സ്കാനർ ആയിരിക്കാം, മോഡോ ആയിരിക്കാം, നമുക്ക് എന്തൊക്കെ ഡിവൈസുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു അതിനെയാണ് നമ്മൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷെയറിംഗ് ഓഫ് അവൈലബിൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസ് ഇൻ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡിവൈസുകൾ, അത് സോഫ്റ്റ്വെയർ ആയിരിക്കാം അല്ലെങ്കിൽ ഹാർഡ്വെയർ ആയിരിക്കാം, അത് നമുക്ക് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. എത്ര കമ്പ്യൂട്ടേഴ്സ് നമ്മൾ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുണ്ടോ ആ എല്ലാ കമ്പ്യൂട്ടേഴ്സിനും ആ ഡിവൈസുകളോ അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, നമുക്ക് ഈ റിസോഴ്സുകളെ ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നത് കാരണം നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും? നമുക്ക് പ്രൈസ് കുറയ്ക്കാൻ പറ്റും. കാരണം ഒരു എക്സ്പെൻസീവ് സോഫ്റ്റ്വെയർ നമ്മൾ നെറ്റ്വർക്ക്ഡ് സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ കമ്പ്യൂട്ടറിനും സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡിവൈസോ നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ പ്രൈസ് പെർഫോമൻസ് റേഷ്യോ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ് ഈ നെറ്റ്വർക്ക്ഡ് കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിൽ. ദെൻ റിലയബിലിറ്റി, നമ്മുടെ ഡാറ്റ ഒരു സ്ഥലത്തായിരിക്കില്ല ഉണ്ടായിരിക്കുക, മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിന് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ ഫെയിലർ വന്നാലും നമുക്ക് എന്ത് പറ്റുന്നില്ല, ഡാറ്റ ലോസ് ഉണ്ടാവുന്നില്ല, വേറെ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്കതിനെ റിട്രീവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അതാണ് റിലയബിൾ എന്ന് പറയുന്നത്. ദെൻ സ്കെയിലബിലിറ്റി, നമുക്ക് കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ പറ്റും. നമുക്ക് ഇതിനകത്തോട്ട് ഡിവൈസുകൾ ആഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി കൂട്ടാനോ കുറയ്ക്കാനോ പറ്റുന്നത്. അതിനെയാണ് സ്കെയിലബിൾ അല്ലെങ്കിൽ സ്കെയിലബിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് റിസോഴ്സ് ഷെയറിംഗ്, പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, കമ്മ്യൂണിക്കേഷൻ, റിലയബിലിറ്റി ആൻഡ് സ്കെയിലബിലിറ്റി. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ് എന്നുള്ളത്. ഓക്കെ, അടുത്ത് നമുക്ക് ഇതിൽ കുറച്ച് കീ ടേംസ് ആണ് പഠിക്കാനുള്ളത്. ബാൻഡ് വിഡ്ത്ത്, നോയ്സ്, അതുപോലെ തന്നെ നോഡ്. ഇതൊക്കെ എന്താണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഗിവൺ എമൗണ്ട് ഓഫ് ടൈമിൽ ഒരു കണക്ഷനിലൂടെ സെൻഡ് ചെയ്യാവുന്ന ഡാറ്റ, അതിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു ഗിവൺ എമൗണ്ട് ഓഫ് ഒരു ടൈമിനകത്ത് എത്ര എമൗണ്ട് ഡാറ്റ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ബിറ്റ്സ് പെർ സെക്കൻഡിലാണ് നമ്മളെപ്പോഴും മെഷർമെന്റ് പറയുന്നത്, ബിറ്റ്സ് പെർ സെക്കൻഡിൽ. ഓക്കെ, ഇനി നോയ്സ് എന്ന് പറയുന്നത് അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയാണ്. നമ്മുടെ ഡാറ്റ സിഗ്നലിന്റെ ക്വാളിറ്റീനെ കുറയ്ക്കുന്ന അൺവാണ്ടഡ് സിഗ്നൽസിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. നമ്മൾ ടെക്സ്റ്റ് സെൻഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വീഡിയോ സെൻഡ് ചെയ്യുന്ന സമയത്തോ ഒക്കെ നമുക്ക് ചിലപ്പോൾ ഈ നോയ്സ് ഒക്കെ അറിയാറുണ്ട്. അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയാണ്, അത് നമ്മുടെ ഡാറ്റ സിഗ്നലിന്റെ ക്വാളിറ്റീനെ കുറയ്ക്കുന്ന ആ ടൈപ്പ് സിഗ്നൽസിനെയാണ് നോയ്സ് എന്ന് പറയുന്നത്. ദെൻ നോഡ്,
എനി ഡിവൈസ് വിച്ച് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലോട് കണക്ട് ചെയ്തിട്ടുള്ള ഏതൊരു ഡിവൈസിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം, നോഡ് എന്ന് വിളിക്കാൻ പറ്റും. അത് കമ്പ്യൂട്ടറോ സ്കാനറോ പ്രിന്ററോ ഏതാണോ നമ്മുടെ ഡിവൈസ് അതിനെ നമുക്ക് എന്ത് പറയാം, നോഡ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് 3 ടേം നമുക്ക് നെറ്റ്വർക്ക് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ളത്. ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, നമുക്ക് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഡിവൈസസുകൾ ഉണ്ട്. അത് നമുക്ക് കമ്പ്യൂട്ടറിനും അതുപോലെ കമ്മ്യൂണിക്കേഷൻ ചാനലിന്റെ ഇടയിൽ ഒരു ഇന്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് എന്ന് പറയുന്നത്. നമ്മൾ കുറേയധികം ഡിവൈസുകൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. ആ കണക്ട് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ആ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്ന ഒരു മീഡിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ചാനലും നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഇടയിലെ ഒരു ഇന്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ. ഓക്കെ, അപ്പോൾ ഈ ഡിവൈസുകൾ വഴിയാണ് നമുക്ക് ഡാറ്റ ട്രാൻസ്മിഷനും റിസപ്ഷനും അതുപോലെ ആംപ്ലിഫിക്കേഷനും അതുപോലെ ഏത് കമ്പ്യൂട്ടറിനാണ് ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കറക്റ്റ് ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ കറക്റ്റായിട്ടത് നമ്മൾ വിചാരിച്ച സ്ഥലത്തോട്ട് എത്തിക്കുന്നത് ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളുടെ ഹെൽപ്പോടെയാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് NIC, ഹബ്ബ്, സ്വിച്ച്, റിപ്പീറ്റർ, ബ്രിഡ്ജ്, റൂട്ടർ ആൻഡ് ഗേറ്റ് വേ. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ചോദിക്കാറുണ്ട്, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസിന് എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. അപ്പോൾ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. ഇനി ഇതും ഓരോന്നും നമുക്ക് എന്താണെന്നുള്ളത് കാണാം. NIC എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡാണ് NIC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യത്തേതാണ് ഹബ്ബ്. ഹബ്ബ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിനെ വയേർഡ് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഹബ്ബിന്. ഇപ്പോൾ എതർനെറ്റ് കേബിൾ വെച്ചിട്ടാണ് നമ്മളിതിൽ കണക്ഷൻ കൊടുക്കുന്നത്. കുറേയധികം പോർട്ടുകൾ ഉണ്ടായിരിക്കും. ആ പോർട്ടിൽ നമ്മൾ എതർനെറ്റ് കേബിൾ വെച്ചിട്ടാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. നമുക്ക് നെറ്റ്വർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നിങ്ങൾ ലാബിൽ ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റും, ഇതുപോലെ ഒരു ഹബ്ബ് അവിടെ ഉണ്ടായിരിക്കും. അതിന്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ട്രാഫിക് ഇൻക്രീസ് ചെയ്യാൻ, അതുപോലെ തന്നെ എഫക്റ്റീവ് ബാൻഡ് വിഡ്ത്ത് കുറയ്ക്കും, അതുപോലെ തന്നെ എല്ലാ ഡിവൈസിലേക്കും നമ്മുടെ ഡാറ്റ, നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ അതിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസിലോട്ടും അത് സെൻഡ് ചെയ്യുന്നതാണ് ഹബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ഡിവൈസാണ് സ്വിച്ച്. സ്വിച്ച് നമുക്ക് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഹബ്ബ് പോലെ തന്നെയാണ്, പക്ഷേ ഹബിനേക്കാളും ഇന്റലിജന്റ് ആണ് സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ചിന് ഏത് ഡെസ്റ്റിനേഷനിലോട്ടാണ് ഡാറ്റ വന്നിട്ടുള്ളതെന്ന് നോക്കിയിട്ട് ആ കറക്റ്റ് നോഡിലോട്ട് ഡാറ്റ സെൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടി സ്വിച്ചിനകത്തുണ്ട്. ഹബ്ബിൽ അങ്ങനെയല്ല, നമുക്ക് അതിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസിലേക്കും ആ ഡാറ്റ സെൻഡ് ചെയ്യുമായിരുന്നു. പക്ഷെ സ്വിച്ചിനകത്ത് അത് കുറച്ചുകൂടി ഇന്റലിജന്റ് ആണ്. അപ്പൊ അതിൽ നമുക്ക് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് നോക്കിയിട്ട് കറക്റ്റ് ഡാറ്റ ആർക്കാണോ പോകേണ്ടത് അവർക്ക് മാത്രമായിരിക്കും കൊടുക്കുക. ഹബിനേക്കാളും എക്സ്പെൻസീവ് ആണ് സ്വിച്ച് എന്ന് പറയുന്നത്. അടുത്താണ് റിപ്പീറ്റർ. റിപ്പീറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഇൻകമിങ് ഇലക്ട്രിക്കൽ വയർലെസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സിഗ്നലിനെ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റർ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ഡിവൈസ് ദാറ്റ് റീജനറേറ്റ്സ് ഇൻകമിങ് ഇലക്ട്രിക്കൽ വയർലെസ് ഓർ ഒപ്റ്റിക്കൽ സിഗ്നൽസ് ത്രൂ എ കമ്മ്യൂണിക്കേഷൻ മീഡിയം. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു റിപ്പീറ്ററിൽ വന്ന സിഗ്നലിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്തിട്ട് സെൻഡ് ചെയ്യുന്നതിനെയാണ് റിപ്പീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അടുത്താണ് ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്കിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന കുറെ സെഗ്മെന്റ്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇന്റർ കണക്ട് ചെയ്യാണ് ബ്രിഡ്ജിൽ ചെയ്യുന്നത്. യൂസ് ചെയ്ത് നമുക്ക് നെറ്റ്വർക്ക് ട്രാഫിക് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു ഡാറ്റ പാക്കറ്റ് ബ്രിഡ്ജിൽ എത്തി കഴിഞ്ഞാൽ അതിന്റെ അഡ്രസ്സസ് നോക്കും. എന്നിട്ട് ഏത് സൈഡിലോട്ടാണ് നമുക്ക് അല്ലെങ്കിൽ ഏതൊരു നെറ്റ്വർക്കിലോട്ടാണ് അത് പോകേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു ഭാഗത്തോട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഭാഗത്ത് ഉള്ള കറക്റ്റ് ഇന്റർ നോഡിന് മാത്രമായിരിക്കും ആ സംഭവം ആ ഒരു പാക്കറ്റ് റിസീവ് ചെയ്യുന്നത്. അങ്ങനെയാണ് ബ്രിഡ്ജിന്റെ വർക്കിംഗ് വരുന്നത്. അടുത്താണ് റൗട്ടർ. റൗട്ടർ ഈസ് എ ഡിവൈസ് ദാറ്റ് ക്യാൻ ഇന്റർകണക്ട് ടു നെറ്റ്വർക്ക്സ് ഓഫ് ദ സെയിം ടൈപ്പ് യൂസിങ് സെയിം പ്രോട്ടോകോൾ. സെയിം പ്രോട്ടോകോളും സെയിം ടൈപ്പുമായിട്ടുള്ള രണ്ട് നെറ്റ്വർക്ക് തമ്മിൽ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റൗട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റൗട്ടറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ അൽഗോരിതം വെച്ചിട്ട് ഏറ്റവും സ്മോളസ്റ്റ് പാത്ത് ഏതാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ആണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എമൗണ്ട് ഓഫ് ട്രാഫിക് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുന്നതാണ് റൗട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ട് നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്നത് എങ്ങനെയുള്ളതാണ്? സെയിം ടൈപ്പ് സെയിം പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഗേറ്റ്വേ. ഗേറ്റ്വേ ഇസ് എ ഡിവൈസ് ദാറ്റ് ക്യാൻ ഇന്റർകണക്ട് ടു ഡിഫറെന്റ് നെറ്റ്വർക്ക്സ് ഹാവിംഗ് ഡിഫറെന്റ് പ്രോട്ടോകോൾസ്. ഡിഫറെന്റ് നെറ്റ്വർക്ക്സ് ആയിരിക്കും, ഡിഫറെന്റ് പ്രോട്ടോകോൾസും ആയിരിക്കും. അപ്പൊ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? വൺ പ്രോട്ടോകോൾ ടു അനദർ പ്രോട്ടോകോളിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടി നമ്മുടെ
ഗേറ്റ് വേക്ക് ഉണ്ടായിരിക്കും. റൗട്ടർ സെയിം ടൈപ്പ് നെറ്റ്വർക്ക് സെയിം പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഗേറ്റ് വേയിൽ 2 ഡിഫറെന്റ് നെറ്റ്വർക്ക്സ് ഹാവിംഗ് ഡിഫറെന്റ് പ്രോട്ടോകോൾസ് നമ്മൾ ഇന്റർ കണക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഗേറ്റ് വേ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ ഈ ഡിവൈസുകൾ എന്താന്നുള്ളതും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണമെന്നുള്ളതും പഠിച്ചു വെക്കണം. ഒന്നില്ലെങ്കിൽ എന്താണ് ബ്രിഡ്ജ് അല്ലെങ്കിൽ എന്താണ് റൗട്ടർ എന്താണ് ഗേറ്റ് വേ എന്നുള്ള ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് തന്നിട്ട് ക്വസ്റ്റ്യൻ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടും വരാറുണ്ട്. ഒരു ഡിവൈസാണ് മോഡം. മോഡം ഡാറ്റ ടെർമിനൽ എക്യുപ്മെന്റ് ആണ്, DTE ഡിവൈസ് ആണ് മോഡം എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് ഡാറ്റ ഫ്ലോ, നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഡാറ്റ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഈ DTE ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പൊ മോഡം എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിനും ടെലിഫോൺ ലൈൻസ് കൂടി ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്ന ഒരു ഡിവൈസ് ആണ് മോഡം എന്ന് പറയുന്നത്. ടെലിഫോൺ ലൈൻസ് വഴി കമ്പ്യൂട്ടേഴ്സിനെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്ന ഡിവൈസ് ആണ് മോഡം. ഈ മോഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ടേം, അതായത് മോഡുലേറ്റർ ഡിമോഡുലേറ്റർ എന്നുള്ള ഷോർട്ട് ഫോം ആണ് മോഡം എന്ന് പറയുന്നത്. മോഡുലേറ്റർ ആൻഡ് ഡിമോഡുലേറ്റർ എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്തിട്ടാണ് മോഡം എന്ന് പറയുന്ന വേർഡ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതില് നമ്മുടെ ടെലിഫോൺ ലൈൻസിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടുന്ന ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നൽസ് ആക്കി മാറ്റുന്നു. അതിനെയാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തിരിച്ച് ടെലിഫോൺ ലൈനിലൂടെ വരുന്ന അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നൽ ആക്കാനും മോഡം യൂസ് ചെയ്യുന്നതാണ് ഡിമോഡുലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന ഡിജിറ്റൽ സിഗ്നലിനെ ടെലിഫോൺ ലൈൻസിലോട്ട്, അതായത് അനലോഗ് സിഗ്നൽസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ തിരിച്ചു വരുന്ന അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലിലോട്ടും കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ മോഡുലേഷനും ഡിമോഡുലേഷനും ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ മോഡം എന്നുള്ള പേര് കൊടുക്കുന്നത്. ഇനി മോഡത്തിന്റെ സ്പീഡ് നമ്മൾ മെഷർ ചെയ്യുന്നത് ബിറ്റ്സ് പെർ സെക്കൻഡിലാണ് നമ്മൾ അതിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് നെറ്റ്വർക്ക് ടോപ്പോളജി. നമ്മുടെ നെറ്റ്വർക്കിലെ നോഡുകൾ, അതായത് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകൾ എങ്ങനെയാണ് കണക്ഷൻ വന്നിട്ടുള്ളത് എന്നുള്ളതിനെയാണ് നമ്മൾ ടോപ്പോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ള ടോപ്പോളജീസ് ആണ് ബസ്, സ്റ്റാർ, റിംഗ് ആൻഡ് മെഷ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജി എന്ന് പറയുകയാണെങ്കിൽ എല്ലാ നോഡ്സും ഒരു മെയിൻ കേബിൾ അല്ലെങ്കിൽ ബസ്സിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫിഗർ നോക്കുക, ഒറ്റൊരു കേബിളിലോട്ടാണ് എല്ലാ ഡിവൈസുകളും കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. എൻഡിലൊരു ടെർമിനേറ്ററും ഉണ്ടായിരിക്കും. അപ്പൊ ഈ കേബിളിൽ ഒറ്റൊരു കേബിളിലോട്ടാണ് എല്ലാ ഡിവൈസുകളും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ സിഗ്നൽസ് ഈ ബസ്സിലൂടെയാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അത് ക്യാരക്ടറിസ്റ്റിക്സ് എന്താ നോക്കാം. ഈസിയാണ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്, കാരണം ഒറ്റൊരു കേബിളിലോട്ട് നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. അതുപോലെ അധികം കേബിൾസ് ആവശ്യമില്ല, ഒറ്റൊരു ലൈനിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇത് എവിടെയാണ് എറർ വന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം പാടാണ്, ഡിഫിക്കൽട്ടി ടു ട്രബിൾ ഷൂട്ട്. അതുപോലെ തന്നെ ഈ ഒരു മെയിൻ കേബിളിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, മൊത്തം കണക്ഷൻ പോയി. അതുപോലെ തന്നെ ഹെവി ട്രാഫിക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അത് ഒരു സമയത്ത് ഒരു നോഡിന് മാത്രമേ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതൊക്കെയാണ് ബസ് ടോപ്പോളജിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, പുതിയ ഡിവൈസിനെ ആഡ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. നമുക്ക് ഒറ്റൊരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്യേണ്ട അധികം കേബിള് ഒന്നും ആവശ്യം വരുന്നില്ല. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് കുറെ അധികം നോഡുകൾ വന്നു കഴിഞ്ഞാല് ട്രാഫിക് സ്ലോ ആവും. അതുപോലെ തന്നെ ഈ ഒരു കേബിളിനകത്ത് ഫെയിലർ വന്നു കഴിഞ്ഞാല് മൊത്തം സിസ്റ്റം ഫെയിൽ ആയിപ്പോ. ഓക്കെ, അപ്പൊ നമുക്കൊരു ചെറിയൊരു പോർഷനിലാണ് നമുക്ക് നെറ്റ്വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ് ടോപ്പോളജി യൂസ് ചെയ്യാം. നമ്മുടെ ലാബോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബസ് ടോപ്പോളജി വെച്ചിട്ട് നെറ്റ്വർക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റാർ ടോപ്പോളജി. ഒരു സെൻട്രൽ ഹബിലോട്ട് അല്ലെങ്കിൽ സ്വിച്ചിലോട്ട് എല്ലാ നോഡുകളും കണക്ട് ചെയ്തിരിക്കുന്നതാണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. ഒരു സെൻട്രൽ ഹബ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സ്വിച്ച് ഉണ്ടായിരിക്കും, ഇതിലോട്ടാണ് എല്ലാ ഡിവൈസുകളും കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഷേപ്പ് നോക്കുക, സ്റ്റാറിന്റെ ഒരു ഫോമിലാണ് വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. എല്ലാ ഡാറ്റയും പാസ് ചെയ്യുന്നത് ഇതിലൂടെയാണ്, ഈ ഹബിലൂടെ അല്ലെങ്കിൽ സ്വിച്ചിലൂടെയാണ് ഡാറ്റയൊക്കെ പാസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ ഇത് ആദ്യം എങ്ങോട്ട് സെൻഡ് ചെയ്യും, സ്വിച്ചിലോട്ട് സെൻഡ് ചെയ്യും. സ്വിച്ചിൽ നിന്നാണ് ആ പർട്ടിക്കുലർ കമ്പ്യൂട്ടറിലോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. നമുക്ക് കുറച്ചും കൂടി എഫിഷ്യന്റ് ആണ്, ബസ്സിനേക്കാളും എഫിഷ്യന്റ് ആണ്, ഈസി ടു ഇൻസ്റ്റാൾ ആണ്, ഫോൾട്ട് കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം എളുപ്പമാണ്. അതുപോലെ തന്നെ കുറെ കേബിൾ
നമുക്ക് ബസ് ടോപ്പോളജിനേക്കാളും ആവശ്യമുണ്ട്. ഇതിന്റെ മെയിൻ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സെൻട്രൽ ഹബ്ബ് പോയി കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ നെറ്റ്വർക്ക് ഡൗൺ ആവും. ഈ ഒരു സെൻട്രൽ ഹബ്ബ് ഫെയിലർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നെറ്റ്വർക്ക് ഇല്ലല്ലോ, എല്ലാ ഇതിലേക്കല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് അതിന്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. സെൻട്രൽ ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ച് പോയി കഴിഞ്ഞാൽ മൊത്തം നെറ്റ്വർക്ക് ഡൗൺ ആയി പോകും. അതാണ് സ്റ്റാർ ടോപ്പോളജിയുടെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് റിംഗ് ടോപ്പോളജി. റിംഗ് ടോപ്പോളജി എന്ന് പറയുകയാണെങ്കിൽ ഒരു റിംഗ് പോലെ അല്ലെങ്കിൽ ഒരു സർക്കിൾ പോലെ ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ടുള്ളതിനെയാണ് റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു പ്രത്യേകിച്ച് സ്റ്റാർട്ടോ എൻഡോ ഉണ്ടായിരിക്കില്ല. പ്രത്യേകിച്ച് ഒരു സ്റ്റാർട്ടോ എൻഡോ അതിന് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പൊ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആംപ്ലിഫിക്കേഷനൊന്നും ആവശ്യമില്ല. ഓരോ നോഡും സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്കധികം കേബിൾ ലെങ്ത് ആവശ്യമില്ല. ഇപ്പൊ ഒരു നോഡ് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് ഫെയിൽ ആവും. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഈ നോഡ് ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഈ ഒരു നെറ്റ്വർക്ക് അവിടെ ഇല്ല. അപ്പൊ ഒരു നോഡ് ഫെയിൽ ആയി കഴിഞ്ഞാൽ എൻ്റെ നെറ്റ്വർക്ക് ഫെയിൽ ആയിരിക്കും. അതുപോലെ പുതിയൊരാളിനെ ഈ ഒരു ഡിവൈസിൽ നെറ്റ്വർക്കിലോട്ട് കയറ്റാനായിട്ടും ബുദ്ധിമുട്ടാണ്. അതാണ് റിംഗ് ടോപ്പോളജി. എല്ലാ നോഡ്സും ഒരു ലൂപ്പ് പോലെ, റിംഗ് അല്ലെങ്കിൽ സർക്കിൾ പോലെ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് ഒരു നോഡ് പോയി കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ നെറ്റ്വർക്ക് ഫെയിൽ ആയി പോകും. അധികം കേബിൾ ലെങ്ത് ഒന്നും നമുക്ക് ആവശ്യം വരുന്നില്ല. അതുപോലെ ആഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പുതിയ ഡിവൈസിനെ ആഡ് ചെയ്യാനായിട്ടും നമുക്ക് ബുദ്ധിമുട്ടാണ്. അടുത്തൊരു ടോപ്പോളജിയാണ് മെഷ് ടോപ്പോളജി. ഇതിൽ എല്ലാ നോഡും നെറ്റ്വർക്കിലെ എല്ലാ നോഡുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ കുറെ പാത്ത് ഉണ്ടായിരിക്കും. ഇപ്പൊ ഈ ഡിവൈസ് എല്ലാ ഡിവൈസിലോട്ടും കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ. അപ്പൊ ഇവിടെ ഒരെണ്ണം ഫെയിൽ ആയാലും ഈ ഒരു പാത്ത് ഒരെണ്ണം ഫെയിൽ ആയാലും നമുക്ക് വേറെ വഴി കൂടെ ആ ഒരു ഡിവൈസിലോട്ട് എത്താൻ പറ്റും. നെറ്റ്വർക്ക് വിൽ നോട്ട് ഫെയിൽ ഈവൺ ഇഫ് വൺ പാത്ത് ബിറ്റ്വീൻ ദ നോഡ്സ് ഫെയിൽ. ഏതെങ്കിലും ഒരു നോഡ് ഇത് പോയാലും നമുക്ക് വേറെ വഴി കൂടെ എന്താൻ പറ്റും, ഈ ഒരു ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിനകത്തോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എക്സ്പെൻസീവ് ആണ്, എക്സ്ട്രാ കേബിൾ ആവശ്യമുണ്ട്. അതുപോലെ വെരി കോംപ്ലക്സ് ആണ്. കാരണം എല്ലാ ഡിവൈസിലേക്കും ഒരു ഡിവൈസിൽ നിന്ന് കണക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്. പുതിയ ഒരാളിനെ ആഡ് ചെയ്യാനാണെങ്കിലും നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്രയാണ് ഡിഫറെന്റ് ടോപ്പോളജി വരുന്നത്. ബസ്, സ്റ്റാർ, റിംഗ്, അതുപോലെ തന്നെ മെഷ്. ചിലപ്പോൾ എന്താണ് ടോപ്പോളജീസിനെ പറ്റി എഴുതാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും 2 ടോപ്പോളജീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടും വരാറുണ്ട്. ഇനി ഡിഫറെന്റ് ടൈപ്പ് നെറ്റ്വർക്ക്സ് ആണ്. നമ്മൾ എങ്ങനെ അല്ലെങ്കിൽ എത്ര ഏരിയ കവർ ചെയ്തിട്ടുണ്ട് എന്നതിനനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് എത്ര ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് നെറ്റ്വർക്കിൽ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിനെ പാൻ, ലാൻ, വാൻ, മാൻ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഫുൾ ഫോം നമുക്ക് ചോദിക്കാറുണ്ട്. ഇപ്പൊ പാൻ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പൊ ഇതിന്റെ എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടും ചിലപ്പോൾ ചോദ്യം വരാറുണ്ട്. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് പാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാൻ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് മാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാൻ. ഈ പാൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, നമുക്ക് പേഴ്സണൽ ഒരു ആൾക്ക് വേണ്ടി മാത്രം നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഉണ്ടായിരിക്കും. അപ്പൊ അതുമായിട്ട് നമ്മൾ പ്രിന്ററിനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, മൊബൈലിനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഒരു ചെറിയ ഏരിയ, കുറച്ച് മീറ്റേഴ്സ് മാത്രം നമ്മൾ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് ബ്ലൂടൂത്ത് വഴിയോ അല്ലെങ്കിൽ USB വഴിയൊക്കെ ആയിരിക്കും ഈ ഒരു പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഏറ്റവും ചെറിയ നെറ്റ്വർക്കാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അടുത്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. കുറച്ചും കൂടി വലിയ ഏരിയ ആണ്. ഇപ്പൊ നമ്മുടെ സ്കൂള് അല്ലെങ്കിൽ കോളേജിന്റെ അകത്ത് അല്ലെങ്കിൽ ബിൽഡിങ്ങിനകത്ത് ഒക്കെ, ലാബിനകത്തൊക്കെ നമ്മൾ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്നതിനെയാണ് ലാൻ എന്ന് പറയുന്നത്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കേബിളോ അല്ലെങ്കിൽ വയർലെസ് ലാൻ വഴിയൊക്കെ നമുക്ക് ലാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ലാബ് അല്ലെങ്കിൽ ഓഫീസ്, ലൈബ്രറി, അങ്ങനെ നമുക്ക് സെർവർ റൂം, അതുപോലെ നമ്മുടെ ക്ലാസ് റൂം, ഇവരൊക്കെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ കുറച്ച് ഒരു സ്കൂളിനകത്ത് വരുന്ന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനകത്ത് വരുന്നത് അല്ലെങ്കിൽ ഒരു കോളേജിനകത്ത് വരുന്നത്, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് മാൻ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കുറച്ചും കൂടിയും വൈഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഒന്നിൽ കൂടുതൽ സിറ്റീസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം.
ഇവിടുത്തെ സെൻട്രൽ ഓഫീസ്, അപ്പോൾ അവരുടെ സബ് വെയർ ഹൗസ്, ഫാക്ടറിനൊക്കെ നമ്മൾ റീജിയണൽ ഓഫീസിനൊക്കെ കണക്ട് ചെയ്തിരിക്കുക. അതിനെയാണ് മാൻ എന്ന് പറയുന്നത്. നമ്മുടെ കേബിൾ ടി വി നെറ്റ്വർക്ക് മാൻ ടൈപ്പിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ വയർലെസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളൊക്കെ ആയിരിക്കും ഇതിൽ ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്താണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അത് കുറച്ചുകൂടി വലിയ ഏരിയനെ കവർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് കുറേയധികം ലാൻഡ്സ് ഒരുമിച്ച് ആക്കിയിട്ടായിരിക്കും നമ്മൾ വാൻ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇന്റർനെറ്റ് ആണ് വാനിന് മെയിൻ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു കമ്പാരിസൺ ആണ് ഏരിയ കവേർഡ്. പാൻ ആണെങ്കിൽ സ്മോൾ ഏരിയ അപ് ടു 10 മീറ്റർ റേഡിയസ് ഒക്കെ ആയിരിക്കും. ലാൻ ആണെങ്കിൽ ഫ്യൂ മീറ്റേഴ്സ് ടു ഫ്യൂ കിലോമീറ്റേഴ്സ്, 10 കിലോമീറ്റർ വരെയാണ് അതിന്റെ മാക്സിമം വരുന്നത്. ഇനി വാൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 100 കിലോമീറ്റർ റേഡിയസ് ആണ് വരുന്നത്. ദെൻ എൻറ്റിയർ കൺട്രി, കോണ്ടിനെന്റ്, ഗ്ലോബലൊക്കെയാണ് വാന്റെ ഏരിയ വരുന്നത്. ഈ ട്രാൻസ്മിഷൻ സ്പീഡ് പാൻ ഹൈ സ്പീഡ് ആണ്, ലാൻ ഹൈ സ്പീഡ് ആണ്, വാൻ മോഡറേറ്റ് സ്പീഡ് ആണ്, വാൻ എന്ന് പറയുന്നത് ലോ സ്പീഡ് ആയിരിക്കും. നെറ്റ്വർക്കിംഗ് കോസ്റ്റ് നമുക്ക് അധികം കോസ്റ്റ് വരുന്നില്ല പാനിന്. ഇത് മെയിൻ എക്സ്പെൻസീവ് ആണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഇത് നല്ലോണം എക്സ്പെൻസീവ് ആണ് വാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഏരിയ എങ്ങനെയാണ് കവറിങ് വരുന്നത് എന്നുള്ളതാണ് ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഐഡന്റിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഓവർ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിലൂടെ കമ്പ്യൂട്ടേഴ്സിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള 2 ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കാനുള്ളത്. ഒന്ന് മീഡിയം ആക്സസ് കൺട്രോൾ അഡ്രസ്. നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിനെ എങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന 2 അഡ്രസ്സുകളാണ് മീഡിയം ആക്സസ് കൺട്രോൾ അഡ്രസ്, മാക് അഡ്രസ് എന്ന് പറയും, അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്രസ് എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ IP അഡ്രസ്. ഓക്കെ, അപ്പൊ മാക് അഡ്രസ് എന്ന് പറയുകയാണെങ്കിൽ എന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്, മീഡിയം ആക്സസ് കൺട്രോൾ അഡ്രസ്. ഇത് നമുക്ക് യൂണിവേഴ്സലി നമ്മുടെ NIC കാർഡ്, നമ്മുടെ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിന്റെ അകത്ത് അസൈൻ ചെയ്തിട്ടുള്ള അഡ്രസ്സിനെയാണ് ഈ മാക് അഡ്രസ് എന്ന് പറയുന്നത്. അത് 12 ഡിജിറ്റ് ഹെക്സാഡെസിമൽ അല്ലെങ്കിൽ 48 ബിറ്റ് ബൈനറി നമ്പർ ആണ്. ഈ NIC കാർഡിനകത്ത് മാനുഫാക്ചർ തന്നെ കൊടുക്കുന്ന ഒരു നമ്പർ അല്ലെങ്കിൽ അഡ്രസ് ആണ്. അത് യുണീക്ക് ആയിരിക്കും. നമ്മുടെ NICക്ക് ഉള്ള ഒരു നമ്പർ വേറൊരു കമ്പ്യൂട്ടറിനകത്തുള്ള NICക്ക് ഉണ്ടായിരിക്കില്ല. അത് പെർമനന്റ് ആണ്, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതിന് ഫോർമാറ്റ് ഉണ്ട്, SS എന്നുള്ള ഫോർമാറ്റ് ആണ്. ഒന്നുകിൽ ഫുൾ കോളൻ ഇട്ടിട്ടായിരിക്കും അല്ലെങ്കിൽ ഹൈഫൺ ഇട്ടിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. ആദ്യത്തെ ഹാഫ് എന്ന് പറയുന്നത് നമ്മുടെ മാനുഫാക്ചറിന്റെ ID നമ്പർ ആയിരിക്കും ഈ എന്നുള്ളത് വരുന്നത്. രണ്ടാമത്തെ ഹാഫ് നമ്മുടെ മാനുഫാക്ചർ അസൈൻ ചെയ്തിട്ടുള്ള സീരിയൽ നമ്പർ ആണ് രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് പെർമനന്റ് ആണ്, ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. അത് ഈ മാനുഫാക്ചർ ഇത് ഉണ്ടാക്കുന്ന ആള് കൊടുക്കുന്ന നമ്പർ ആണ്. അപ്പൊ അതാ ഉണ്ടാക്കുന്ന ആളുടെ ID പ്ലസ് ഒരു സീരിയൽ നമ്പറും ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു NIC കാർഡ് നോക്കിയിട്ട് നമുക്ക് നെറ്റ്വർക്കിലെ ഡിവൈസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അടുത്തൊരു അഡ്രസ് ആണ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിലെ മെഷീനെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ IP അഡ്രസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമുക്ക് യൂണിക് ഐഡന്റിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറോ ആണ് ഈ ഒരു അഡ്രസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് ഗ്രൂപ്പ് ഓഫ് 4 ബൈറ്റ്സ് ആണ്, അത് 32 ബിറ്റ്സിന്റെ ഗ്രൂപ്പ് ഓഫ് 4 ബൈറ്റ്സ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ ഓരോ ബൈറ്റ്സും 0 to 255 വരെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അത് ഡോട്ടഡ് ഡെസിമൽ ഫോർമാറ്റ് ആണ് അതിന് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കുക, 123.45.67.8 അങ്ങനെ 4 പാർട്ടായിട്ടാണ് അത് വരുന്നുണ്ടായിരിക്കുക. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് നെറ്റ്വർക്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ IP അഡ്രസ് യൂസ് ചെയ്യുന്നത്. അത് കൊടുക്കുന്നത് നമ്മുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം അഡ്മിനോ ആയിരിക്കും നമുക്ക് ഈ IP അഡ്രസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ 2 വെർഷൻസ് IP അഡ്രസ് ഉണ്ട്, IP4ഉം IP6ഉം. IP4ന് 32 ബിറ്റ് ആണ് നമ്മുടെ IP അഡ്രസ്സിന്റെ ഫോർമാറ്റ് വരുന്നത്. IP6 ആണെങ്കിൽ 128 ബിറ്റ്സ് ആണ് അതിന്റെ ഫോർമാറ്റ് വരുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ള ചാപ്റ്ററിനകത്ത് ഫോക്കസ് ഏരിയയിൽ പഠിക്കാനായിട്ട് ഉള്ളത്. നമുക്കതിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ആർ ദ യൂസസ് ഓഫ് റിപ്പീറ്റേഴ്സ്? റിപ്പീറ്റേഴ്സിന്റെ യൂസസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിപ്പീറ്റേഴ്സ് ആർ യൂസ്ഡ് ടു റിസീവ് ദ ഇൻകമിംഗ് സിഗ്നൽ, ആംപ്ലിഫൈ ഇറ്റ് ടു ദെയർ ഒറിജിനൽ സ്ട്രെങ്ത് ആൻഡ് റീട്രാൻസ്മിറ്റ് ഇറ്റ്. നമുക്ക് കിട്ടുന്ന റിപ്പീറ്ററിനകത്ത് കിട്ടുന്ന ഇൻകമിംഗ് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്തിട്ട് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യാണ് റിപ്പീറ്റർ ചെയ്യുന്നത്. ഓരോ ഡിവൈസിന്റെയും യൂസ് ഇതുപോലെ ചോദിക്കാറുണ്ട്, അപ്പൊ അത് പഠിച്ചു വെച്ചിരിക്കണം. ഡിഫറൻഷിയേറ്റ് ലാൻ ആൻഡ് വാൻ. ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ലാൻഡിയും വാൻഡിയും ഡിഫറൻസ് എന്താണെന്നുള്ളത്. ലാൻ നമുക്കറിയാം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. അത് നമുക്കൊരു ലിമിറ്റഡ് ഏരിയ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ റൂമിലോ ഒരു ക്യാമ്പസിലോ ഒക്കെ യൂസ് ചെയ്യുന്നതിനെയാണ് ലാൻ എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ നമുക്ക് വയേർഡ് മീഡിയ വഴി അല്ലെങ്കിൽ വയർലെസ് മീഡിയ വഴി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കുറച്ച് കിലോമീറ്റേഴ്സ് അപ് ടു 10 കിലോമീറ്റേഴ്സ് വരെ നമുക്ക് ഇതിനകത്ത് റേഞ്ച് കിട്ടുന്നുള്ളൂ. വൈഡ് ഏരിയ നെറ്റ്വർക്ക് നമുക്കറിയാം, ജിയോഗ്രഫിക്കലി വൈഡ് ഏരിയ ആണ് നമുക്ക് അതിനെ കവർ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഈ ഡിഫറൻസ് കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, ഡിഫറൻഷിയേറ്റ് ലാൻ ആൻഡ് വാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദ ഫുൾ ഫോം ഓഫ് മാക്, മീഡിയ ആക്സസ് control. Assume that recently your school computer lab is networked. List any 4 advantages you can experience when using networked computers instead of standalone computers. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്ത് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. ജസ്റ്റ് നമ്മുടെ നെറ്റ്വർക്കിന്റെ 4 അഡ്വാൻറ്റേജ് ലിസ്റ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്, റിസോഴ്സ് ഷെയറിംഗ്, റിലയബിലിറ്റി ആൻഡ് സ്കെയിലബിലിറ്റി. ഓക്കെ, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. അപ്പൊ അഡ്വാൻറ്റേജസ് ചോദിക്കാറുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടും വരാറുണ്ട്, ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടും വരാറുണ്ട്. അപ്പൊ അത് എന്തായാലും പഠിച്ചു വെക്കേണ്ടതാണ് നെറ്റ്വർക്കിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഡിഫൈൻ നെറ്റ്വർക്ക് ടോപ്പോളജി, കമ്പയർ റിംഗ് ടോപ്പോളജി വിത്ത് സ്റ്റാർ ടോപ്പോളജി. ടോപ്പോളജി എന്തായിരുന്നു? നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് എങ്ങനെയാണ് ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന്റെ ആ ഒരു വേനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ടോപ്പോളജി എന്ന് പറയുന്നത്. റിംഗ് ടോപ്പോളജി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ നോഡ്സും ഒരു സർക്കിൾ പോലെ ഫോം ചെയ്തിട്ടുള്ളതിനെയാണ് റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഈ കേബിളിലൂടെയാണ് ഡാറ്റ പാസ് ചെയ്തു പോകുന്നത്. അപ്പൊ അതിനകത്ത് ഒരു നോഡ് ഫെയിൽ ആയി കഴിഞ്ഞാൽ മൊത്തം സിസ്റ്റം ഫെയിൽ ആയി പോകും. സ്റ്റാർ ടോപ്പോളജി ഒരു സെൻട്രൽ ഹബിലോട്ടാണ് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഹബ്ബ് വഴിയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഈ ഹബ്ബ് ഫെയിൽ ആയി കഴിഞ്ഞാൽ മൊത്തം സിസ്റ്റം ഫെയിൽ ആയി പോകും. അപ്പൊ അതാണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. ഇതുപോലെ ടോപ്പോളജീസ് തമ്മിലുള്ള കമ്പാരിസണും കണ്ടിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹബ് ആൻഡ് സ്വിച്ച്. ഹബ് വയർഡ് നെറ്റ്വർക്ക് ടു കണക്ട് ഡിവൈസസ് ഓഫ് സെയിം നെറ്റ്വർക്ക് ആണ്. നമുക്ക് എല്ലാം കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസിലോട്ടും ഡാറ്റ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. സ്വിച്ച് ഹബിനേക്കാളും ഇന്റലിജന്റ് ആണ്, അതുപോലെ എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ഏത് ഡിവൈസിലേക്കാണോ നമ്മൾ ഡാറ്റ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഡിവൈസിലേക്കായിരിക്കും കറക്റ്റ് ആയിട്ട് നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാനായിട്ട് പറ്റും സ്വിച്ച് വഴി. ഇനി 4 ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസിന്റെ പേര് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹബ്ബ്, സ്വിച്ച്, റിപ്പീറ്റർ, ബ്രിഡ്ജ്, ഗേറ്റ് വേ, റൗട്ടർ. ഓക്കെ, ഇപ്പൊ ഏതെങ്കിലും 4 കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളുടെ പേര് എഴുതി കൊടുക്കുക. ഡിഫൈൻ ടേം ടോപ്പോളജി. ടോപ്പോളജി എന്താണ്? അത് വേ ഇൻ വിച്ച് കമ്പ്യൂട്ടേഴ്സ് ആർ ഫിസിക്കലി ഇന്റർകണക്റ്റഡ് ടു ഫോം എ നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഫിസിക്കലി നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ നോഡ്സ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ടോപ്പോളജിയോട് ഉദ്ദേശിക്കുന്നത്. Consider that your principal has decided to network your computer lab. Which topology will you suggest? Justify your answer. നമ്മുടെ പ്രിൻസിപ്പൾ നെറ്റ്വർക്ക് ചെയ്യാനായിട്ട്, ലാബ് നെറ്റ്വർക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഏത് ടോപ്പോളജി നമുക്ക് സജസ്റ്റ് ചെയ്യുക, എന്താണ് അതിന്റെ ആൻസർ എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ബസ് ടോപ്പോളജിയാണ്, കാരണം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടും അതുപോലെ എക്സ്പെൻസീവ് അല്ല, കുറച്ച് കോസ്റ്റ് കുറവാണ്. കേബിളൊക്കെ നമുക്ക് കുറച്ച് യൂസ് ചെയ്താൽ മതി. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു നോഡ് ഫെയിൽ ആയാലും നമുക്ക് ബസ് ടോപ്പോളജിനെ അത് എഫക്ട് ചെയ്യുന്നില്ല. ലാബിനകത്തായതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നവും നമുക്ക് വരുന്നില്ല. ചൂസ് ഡാറ്റ ടെർമിനൽ എക്യുപ്മെന്റ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. ഡാറ്റ ടെർമിനൽ DTE ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ബ്രിഡ്ജ്, മോഡം, റൗട്ടർ ആൻഡ് ഗേറ്റ് വേ. മോഡം ആണ് അതിന്റെ ആൻസർ. ബാക്കിയെല്ലാം എന്താണ്? ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളാണ് ബ്രിഡ്ജ്, റൗട്ടർ, ഗേറ്റ് വേ എന്നൊക്കെ പറയുന്നത്. A dash is a computer peripheral that allows you to connect and communicate with other computers via ടെലിഫോൺ ലൈൻ. ടെലിഫോൺ ലൈൻ വഴി നമുക്ക് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ഏതാണ്? മോഡമാണ് ആ ഡിവൈസ്. URL stands for യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. URL stands for യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. If all devices are connected to a central hub or switch, the topology is known as. ഒരു സെൻട്രൽ ഹബിലോട്ടോ സ്വിച്ചിലോട്ടോ എല്ലാ ഡിവൈസും കണക്ട് ചെയ്തിട്ടുള്ള ടോപ്പോളജിയുടെ പേരാണ് സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജിയാണ് എന്റെ ആൻസർ വരുന്നത്. സെൻട്രൽ ഹബ് എന്ന് പറഞ്ഞാല് സ്റ്റാർ ടോപ്പോളജിയാണ്. എല്ലാം ഒരു സെൻട്രൽ ഹബിലോട്ട് കണക്ട് ചെയ്തിരിക്കുക. അങ്ങനെ കണക്ട് ചെയ്യുമ്പോഴല്ലേ സ്റ്റാർ ഷേപ്പിൽ വരുള്ളൂ. അപ്പൊ അതാണ് സ്റ്റാർ ടോപ്പോളജി. ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ് റിലേറ്റഡ് ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. നോഡ്, ബാൻഡ് വിഡ്ത്ത്, നോയ്സ്. നോഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ള ഏത് ഡിവൈസിനെയും നമ്മൾ എന്താ വിളിക്കുക? നോഡ് എന്നാണ് വിളിക്കുക. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഗിവൺ ടൈമിൽ കണക്ഷനിലൂടെ പോകുന്ന എമൗണ്ട് ഓഫ് ഡാറ്റേനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. നോയ്സ് എന്ന് പറയുന്നത് അൺവാണ്ടഡ് സിഗ്നൽസ് ദാറ്റ് ലോവേഴ്സ് ദ ക്വാളിറ്റി ഓഫ് ദി സിഗ്നലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോയ്സ് എന്ന് പറയുന്നത്. കമ്പയർ റിംഗ് ടോപ്പോളജി ആൻഡ് മെഷ് ടോപ്പോളജി. റിംഗ് നമുക്കറിയാം ഒരു സർക്കിൾ ഷേപ്പിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഈ ഒരു സർക്കിൾ ഷേപ്പിലൂടെയും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്.
അപ്പൊ അതിനകത്ത് അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് സിഗ്നൽ ആംപ്ലിഫിക്കേഷന്റെ ആവശ്യമില്ല, അധികം കേബിൾ ആവശ്യമില്ല. ഡ്രോബാക്ക് എന്ന് പറയുകയാണെങ്കിൽ ഒരു നോഡ് ഫെയിൽ കഴിഞ്ഞാൽ എൻ്റെ നെറ്റ്വർക്ക് ഫെയിലും, കാരണം എല്ലാ കേബിൾ നമ്മുടെ ഒരു സർക്കിൾ ഫോമിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇടയിലൊരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ നോഡോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പുറത്തോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ പുതിയൊരാളിനെ ആഡ് ചെയ്യാനായിട്ടും കുറച്ച് ബുദ്ധിമുട്ടാണ്. മെഷ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താണ്, ഒരു നോഡ് പോയാലും നമുക്ക് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ അവിടെ പോസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ കുറെ പാത്ത് ഉള്ള കാരണം ഒരു പാത്ത് ഫെയിൽ ആയാലും നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഡ്രോബാക്ക് എന്ന് പറയുന്നത് കുറെ കേബിൾ ആവശ്യമുണ്ട്, എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ വളരെ കോംപ്ലക്സ് ആണ്. പുതിയൊരാളിനെ ആഡ് ചെയ്യാനൊക്കെ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ. A device that regenerates the incoming signals and retransmit them to their destination. Regenerate ചെയ്യുന്ന സിഗ്നലിനെ റീജനറേറ്റ് ചെയ്യുന്ന ആളാണ് റിപ്പീറ്റർ എന്ന് പറയുന്നത്. Identify the name given to the physical arrangement of a computers in a network. നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടേഴ്സിന്റെ ഫിസിക്കൽ അറേഞ്ച്മെന്റ് പറയുന്ന പേരാണ് ടോപ്പോളജി. In a dash network, each node is directly connected to hub. ഓരോ നോഡും ഡയറക്ട്ലി ഹബിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് ഈസ് എ എക്സാമ്പിൾ ഓഫ് WAN, wide area network. Different network with different protocols are connected by a device. Different network with different protocols. Gateway. സെയിം ആയിരുന്നെങ്കിൽ റൗട്ടർ ആയേനെ, ഡിഫറെന്റ് ആയതുകൊണ്ട് ഗേറ്റ്വേ. ഫങ്ഷൻസ് ഓഫ് ദ ഫോളോയിങ് നെറ്റ്വർക്ക് ഡിവൈസ്: മോഡം, സ്വിച്ച്, ഗേറ്റ്വേ, മൾട്ടിപ്ലെക്സർ ആൻഡ് റൗട്ടർ. മോഡം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടേഴ്സിനെ ടെലിഫോൺ ലൈൻസ് വഴി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡം യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാനും അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് മോഡം എന്ന് പറയുന്നത്. സ്വിച്ച് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഇന്റലിജന്റ് ഹബ്ബായിട്ട് വർക്ക് ചെയ്യുന്നത്, എല്ലാ അഡ്രസ്സും എല്ലാ ഡിവൈസിന്റെയും അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. കറക്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് നമുക്ക് ഡാറ്റ എത്തിക്കാനായിട്ട് സ്വിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഗേറ്റ്വേ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് നെറ്റ്വർക്ക് യൂസിങ് ഡിഫറെന്റ് പ്രോട്ടോകോൾസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗേറ്റ്വേ യൂസ് ചെയ്യുന്നത്. പിന്നെ മൾട്ടിപ്ലെക്സർ നമുക്ക് ട്രാൻസ്മിഷൻ മീഡിയത്തിനെ ഡിഫറെന്റ് ലോജിക്കൽ ഫ്രീക്വൻസി ചാനൽസ് ആക്കി നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് മെനി ഡിഫറെന്റ് സിഗ്നൽസ് അറ്റ് എ ടൈം സെൻഡ് ചെയ്യുന്നതിനാണ് മൾട്ടിപ്ലെക്സർ എന്ന് പറയുന്നത്. റൗട്ടർ നമുക്ക് സെയിം ടൈപ്പ് സെയിം പ്രോട്ടോകോൾ ഉള്ളതിനെ ഉള്ള നെറ്റ്വർക്കിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൗട്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാം എന്താണ് പർപ്പസ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഗിവൺ ബിലോ: ATM നെറ്റ്വർക്ക്, കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക്, നെറ്റ്വർക്ക് വിത്തിൻ ദ സ്കൂൾ, നെറ്റ്വർക്ക് അറ്റ് ഹോം യൂസിംഗ് ബ്ലൂടൂത്ത്, ടെലിഫോൺ നെറ്റ്വർക്ക്, റെയിൽവേ നെറ്റ്വർക്ക്. അതേത് ടൈപ്പ് നെറ്റ്വർക്ക് ആണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ATM നെറ്റ്വർക്ക്. ATM നെറ്റ്വർക്ക് എന്ന് പറയുകയാണെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ് ATM നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് അത് MAN ആണ്, കേബിൾ TV നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ദെൻ നെറ്റ്വർക്ക് വിത്തിൻ സ്കൂൾ LAN ആണ്. വിത്തിൻ സ്കൂൾ എന്ന് പറയുമ്പോൾ LAN ആണ് വരുന്നത്. നെറ്റ്വർക്ക് അറ്റ് ഹോം യൂസിങ് ബ്ലൂടൂത്ത്. ബ്ലൂടൂത്ത് വഴി നമ്മുടെ വീട്ടിനകത്തുള്ള നെറ്റ്വർക്ക് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിലാണ് വരുന്നത്. ദെൻ ടെലിഫോൺ നെറ്റ്വർക്ക്. ടെലിഫോൺ നെറ്റ്വർക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്കിലാണ്. റെയിൽവേ നെറ്റ്വർക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്കിലാണ് വരുന്നത്. ഇലക്ട്രോണിക് ഡിവൈസ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ത്രൂ ടെലിഫോൺ ലൈൻ. അത് മോഡമാണ്. ടെലിഫോൺ ലൈൻ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനെയാണ് മോഡം യൂസ് ചെയ്യുന്നത്. ആൻഡ് IP അഡ്രസ്, MAC അഡ്രസ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് നോട്ട്സ് ഓൺ IP അഡ്രസ് ആൻഡ് MAC അഡ്രസ്. Then identify the type of LAN topology in which there are more than one path between nodes. ഒന്നിൽ കൂടുതൽ പാത്ത് നോഡുകൾ തമ്മിൽ ഉണ്ടാകുന്ന ടോപ്പോളജിയാണ് മെഷ് ടോപ്പോളജി അല്ലെ. എല്ലാ ഡിവൈസിലേക്കും കണക്ഷൻ വരുന്നത് മെഷിലല്ലേ. ഇൻ ഡാഷ് ടോപ്പോളജി ഓൾ ദ നോഡ്സ് ആർ കണക്റ്റഡ് ടു മെയിൻ കേബിൾ. മെയിൻ കേബിളിലോട്ട് എല്ലാ നോഡ്സും കണക്ട് ചെയ്തിട്ടുള്ളതാണ് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് കുറച്ചേ ഉള്ളൂ. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അതിന്റെ അഡ്വാൻറ്റേജ്, പിന്നെ നമുക്ക് കുറച്ച് 3 കീ ടേംസ് വന്നിട്ടുണ്ട്: ബാൻഡ് വിഡ്ത്ത്, നോയ്സ്, നോഡ്. പിന്നെ നമ്മുടെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ, അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ്, LAN, MAN, WAN, PAN. അതുപോലെ തന്നെ നമുക്ക് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്, MAC അഡ്രസ്, അത് എന്താണെന്നുള്ളതും അതിന്റെ ഫുൾ ഫോമും പഠിച്ചു വയ്ക്കുക. പിന്നെ വന്നിട്ടുള്ളത് ടോപ്പോളജീസ് ആണ്. ടോപ്പോളജി എന്താണെന്നുള്ളത് ഡെഫിനേഷൻ പഠിക്കണം, പ്ലസ് എന്തൊക്കെയാണ് ടോപ്പോളജീസ്, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതും നോക്കി വയ്ക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ആവുന്നതാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്